നമസ്തേ വ്യൂവേഴ്സ്, ഗംഗ ഫ്രം ബിൻ ട്രേഡർ. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത് ഓപ്ഷൻ ട്രേഡിംഗ് നമ്മുടെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. ഞാൻ എക്സാമ്പിൾ കാണിക്കുന്നത് നിഫ്റ്റിയാണ്. നമുക്ക് എല്ലാ മാർക്കറ്റും സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ലൈവായിട്ട് പഠിക്കാനോ കാണാനോ ആഗ്രഹം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്കാണെങ്കിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് അവൈലബിൾ ആണ്. ഫോളോ വാട്സപ്പ് ചെയ്യുന്നത് തന്നെയാണ്. അതർവൈസ് നിങ്ങൾക്ക് ഓഫീസ് വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫീസ് വരാവുന്നതാണ്. കോൺടാക്ട് ചെയ്തോളാം. ഓഫീസ് അഡ്രസ്സ് നമ്മൾ ചേർത്തല KSRTC സ്റ്റാൻഡ് അടുത്ത് തന്നെയാണ്, ആലപ്പുഴ ഡിസ്ട്രിക്റ്റ്. എല്ലാ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന, എല്ലാ വേൾഡ് മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ സോഫ്റ്റ്വെയർ നമുക്ക് ഓട്ടോമാറ്റിക് ആണ് സിഗ്നൽസ് കാണിച്ചു തരുന്നത്. അത് കൺഫേം ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇപ്പം ഞാൻ കാണിക്കുന്നത് ഓപ്ഷനിൽ മാത്രമാണ്. അപ്പോൾ ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ മാർക്കറ്റ് റേറ്റ് 23,914 നിൽക്കുവാണ്. ഇവിടെ നോക്കിക്കുമ്പോൾ നമുക്ക് റെഡ് ഡൗൺ ആരോ കാണിക്കുന്ന സെല്ലുകൾ, ഗ്രീൻ കളർ വരുന്ന ബൈ ചാനൽ ഇൻഡിക്കേഷൻസ് ആണ്. അതായത് സോഫ്റ്റ്വെയർ സിഗ്നൽസ് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പിക്ക് ചെയ്ത് തരും. സിഗ്നൽ വരുമ്പോൾ ഫസ്റ്റ് ഇതുപോലെ അലേർട്ട് മെസ്സേജ് എഴുതി കാണിക്കും, ഏറ്റവും മേഖലത്തെ ഡാഷ്ബോർഡിൽ എഴുതി കാണിക്കും. അപ്പോൾ ഒരു ട്രേഡ്, അതായത് ഓപ്ഷനിൽ നമുക്ക് എങ്ങനെ ട്രേഡ് എടുക്കുന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഫുള്ളായിട്ട് അത് കണ്ടു നോക്കുക, സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. സെല്ലായിട്ട് 24,107. അപ്പോൾ നിഫ്റ്റി സെൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഫുഡ് സൈഡ് ആണ് എൻട്രി എന്ന് മനസ്സിലായി. സോഫ്റ്റ്വെയർ റേറ്റ് എഴുതി കാണിച്ചിട്ടുണ്ട്. ഈ റേറ്റ് അനുസരിച്ചുള്ള സ്ട്രൈക്ക് സെലക്ഷൻ ആണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് നമുക്ക് സ്ട്രൈക്ക് സെലക്ഷനും വളരെ സിമ്പിളായിട്ട് വന്ന് ചെയ്യാൻ പറ്റും. അത് നമുക്ക് സ്ട്രൈക്ക് സെലക്ഷൻ ഏത് വേണമെങ്കിലും എടുക്കാം. അത് ഇപ്പോൾ ഇൻ ദ മണിയിൽ എടുക്കാം, അറ്റ് ദ മണി എടുക്കാം, ഔട്ട് ഓഫ് ദ മണി എടുക്കാം. ഓരോരുത്തർ ക്യാപിറ്റൽ അനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 24,107 നിൽക്കുന്ന മാർക്കറ്റിൽ ഞാൻ 24,100 പുട്ട് ഓപ്ഷനാണ് വേണ്ടതെങ്കിൽ നമ്മൾ നമ്മുടെ സോഫ്റ്റിനകത്ത് ഈ പറയുന്ന ഓപ്ഷൻ ചെയിൻ കൂടെ അവൈലബിൾ ആണ്. ട്രേഡ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ഓപ്ഷൻ്റെ ചാർട്ട് ചെയ്യുന്ന ആ പെർട്ടിക്കുലർ സ്ട്രൈക്കിൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്ത് നമ്മൾ കൺഫർമേഷൻ അവിടെ ചെക്ക് ചെയ്താൽ മതി. അവിടെ നമുക്ക് കൺഫേം ആയിട്ടുള്ള ബൈ ഉണ്ടോ, കൺഫർമേഷൻ ബൈ സിഗ്നലും കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രം എടുത്ത് വെച്ചാൽ മതി. ഇതിനകത്ത് നമുക്ക് ഏത് സ്ട്രൈക്ക് വേണമെങ്കിലും എടുക്കാം. ഞാൻ എക്സാമ്പിൾ നമുക്ക് 24,100, 700, 300 ഏത് വേണമെങ്കിലും എടുക്കാം. ഇവിടെ ഓൾറെഡി ഒരു 24,200 ഉള്ളതുകൊണ്ട് ഞാൻ ഇതിൽ കാണിക്കാം. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് നമ്മൾ ആ ടൈമിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ബൈ സിഗ്നൽ ഇവിടെ കാണിക്കണം. അതായത് നമ്മൾ ഓപ്ഷൻ്റെ ചാർട്ടിൽ ഇതുപോലെ ബൈ ഉണ്ടെന്ന് നോക്കണം. ഞാൻ എടുത്തിരിക്കുന്നത് 24,200 ബൈ സിഗ്നൽ നമുക്ക് കാണിച്ചത് 197.55. അതായത് നമുക്ക് ഈ ബൈ സിഗ്നൽ വന്ന റേറ്റ് ആണിത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് കൺഫേം ആണെന്ന് കൂടി ചെക്ക് ചെയ്യണം. കൺഫർമേഷൻ ഇത്തരമുള്ള ആരോ വന്നതിന് ശേഷം ഏറ്റവും താഴത്തെ ബാർ ഗ്രീൻ ആയിരിക്കണം ഇതുപോലെ. അതുപോലെ പ്രൈസ് എന്ന് പറയുന്ന ബൈ സോൺ ആയിരിക്കണം. രണ്ട് കൺഫർമേഷൻ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ട്രേഡ് ചെയ്ത് നിങ്ങൾ ബ്രോക്കർ പ്ലാറ്റ്ഫോമിൽ അതിൽ മാർക്കറ്റുകളിൽ എക്സിക്യൂട്ട് ചെയ്യാവുന്നതാണ്. രണ്ട് കൺഫർമേഷൻ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് എടുക്കാം. 197.55 തന്നെ കിട്ടണമെന്നില്ല, ചിലപ്പം താഴത്തും മേലോട്ടുള്ള ചെറിയ ഡിഫറൻസ് കിട്ടും. നമ്മളത് എൻട്രി ചെയ്തെന്ന് വിചാരിക്കുക. നമുക്ക് ടാർഗറ്റ് ഏറ്റവും താഴത്ത് 3 ടാർഗറ്റ് സ്റ്റോപ്പ് ലോസും കാണിക്കും. ഫസ്റ്റ് ടാർഗറ്റ് 217, സെക്കൻഡ് ടാർഗറ്റ് 233, തേർഡ് ടാർഗറ്റ് 248. അതായത് നമ്മൾ ഏത് ഓപ്ഷൻ ചാർട്ട് എടുത്താലും അതിൻ്റെ എൻട്രി, എക്സിറ്റ് ലെവൽ, സ്റ്റോപ്പ് ലോസ് ഉൾപ്പെടെ അതേ ചാർട്ട് നമുക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരും. അതായത് നമുക്ക് ക്ലിയർ ഐഡിയ അവിടെ ചെയ്യാൻ പറ്റും. എക്സിറ്റ് ലെവൽ നമുക്ക് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് കൺഫർമേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ 90% നമ്മുടെ ടാർഗറ്റ് അവിടെ അച്ചീവ് ചെയ്യും. പിന്നെ തേർഡ് ടാർഗറ്റ് ഒക്കെ വെയിറ്റ് ചെയ്യുന്നത് അടുത്ത റിസ്ക് എടുക്കുന്ന അനുസരിച്ചിരിക്കും. സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ടാർഗറ്റുകൾ അച്ചീവ് ചെയ്ത് ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ ഒരു ഓവറോൾ ട്രെൻഡ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ നമുക്കുള്ള റെഡ് സ്റ്റാറിൽ അത് റെസിസ്റ്റ് ചെയ്യുന്ന താഴത്തെ ബ്ലൂ സപ്പോർട്ട് ആണ്. അതൊരു ഫുൾ പാക്കായിട്ട് വരുന്നത്. അതായത് നമുക്ക് എൻട്രി, എക്സിറ്റും സ്റ്റോപ്പ് ലോസും ടാർഗറ്റും അതുപോലെ സൈഡ് വൈസ് ഉൾപ്പെടെ കാണിച്ചാലും റെസ്റ്റ് ചെയ്യുന്ന സപ്പോർട്ട് ലെവൽസ് എല്ലാം അതൊക്കെ ഓട്ടോമാറ്റിക് ആണ്. ഇതെല്ലാം ഫുള്ള് നമ്മൾ മാനുവലി ചെയ്യുന്നത് നമ്മുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ട്രേഡ് എക്സിക്യൂട്ട് ആണ്. അപ്പോൾ ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ട്രേഡിംഗ് സ്ട്രാറ്റജി നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പഠിച്ച് മനസ്സിലാക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക.